ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രിൻസസ് കട്ട് ഫ്രോക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മൾ ചെയ്തെടുക്കുന്ന അളവ് ഒരു 8-9 വയസ്സായ കുട്ടിയുടെ അളവിലേക്കാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് വേറെ ഏജിലൊക്കെ ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സമയമുള്ളപ്പോൾ കയറി നോക്കുക. ഒരുപാട് വീഡിയോസ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓണല്ലേ വരുന്നത്, അപ്പോൾ ട്രഡീഷണലൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒഴിവ് സമയത്തൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഏജിനൊക്കെ ചെയ്തിട്ടുണ്ട്, ഓരോ ഏജിൻ്റെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ആ ഒരു മോഡലൊക്കെ നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 മീറ്റർ ക്ലോത്താണ്. 1 മീറ്റർ ക്ലോത്ത് മതിയായി, ഇച്ചിരി കൂടുതലാണ്, നമുക്ക് 1 മീറ്ററിന് താഴെ മതി. പിന്നെ വന്നിട്ട് ഇതിൻ്റെ വീതിയാണ് ഞാൻ പറയുന്നത്. വീതി നല്ല കൂടുതലാണ് കേട്ടോ. നമുക്കിവിടെ ഒരു 58 ഇഞ്ചൊക്കെ വീതി കിട്ടുന്നുണ്ട് ഈ തുണിക്ക്. അപ്പോൾ ഞാൻ കുറച്ച് വീതിയുള്ള തുണി നോക്കിയെടുത്തതാണ്. പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് കുറച്ച് വീതിയുള്ള തുണി നോക്കിയെടുത്തതാണ്. അപ്പോൾ ഇതാണ് തുണി. ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4ആക്കി മടക്കിയിട്ട് കൊടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ വരച്ച് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 4ആക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ വന്നിട്ട് നമുക്ക് 5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് ചെറിയ സ്ലീവൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ പ്രിൻസസ് കട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് നമുക്ക് 3 പീസായിട്ട് വരിക. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ ഇതുപോലെ 5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം തന്നെയാണ് കേട്ടോ, 5 ഇഞ്ച് തന്നെയാണ് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തത് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോഴേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെസ്റ്റ് നമുക്ക് എത്ര വേണമെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കാം, 4 ഭാഗം. അപ്പോൾ ആദ്യം ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അടുത്തത് മാർക്ക് ചെയ്യുന്നത് ഒരു 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ആ ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നിങ്ങൾ എത്രയാണ് കൊടുക്കണേ അത് മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ 4 ഭാഗമാണല്ലോ, അത് മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം വേണം നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന സ്റ്റിച്ചിങ്ങിനായിട്ട് കൊടുക്കുന്ന 1 ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള വ്യത്യാസങ്ങൾ. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് എന്തായാലും തുണി കുറയും. അപ്പോൾ അത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ചെസ്റ്റ് കഴിഞ്ഞാൽ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. വേസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് വേസ്റ്റ് ലെങ്ത്ത് അറിയണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10.5 ഇഞ്ചാണ് ഞാൻ വേസ്റ്റ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ആ വേസ്റ്റ് ലെങ്ത്തിൻ്റെ റൗണ്ടിൽ നമുക്ക് ആ ഒരു വേസ്റ്റ് റൗണ്ടും കൂടെ മാർക്ക് ചെയ്യണം. അപ്പോൾ അത് മാർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെസ്റ്റ് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ കൊടുക്കുന്നതും 1/2 ഇഞ്ച് കൂട്ടി ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് കുറവാണ് നമ്മൾ വേസ്റ്റിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യേണ്ടത്. അത്രയാണ് ഇതിലുള്ളൊരു വ്യത്യാസം. ഇത് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. കാരണം നമ്മൾ ഇനി വേസ്റ്റ് റൗണ്ടിൻ്റെ ആ ഒരു 4 ഭാഗം കാണണം. അതിൽ നിന്ന് ഇനി വീണ്ടും 1/2 ഇഞ്ച് കൂട്ടി പിന്നെ എക്സ്ട്രാ കൊടുത്തിട്ടൊക്കെ മാർക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ എളുപ്പം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്ത് അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് താഴേക്ക് പോവാം കേട്ടോ. താഴെ ആ ഒരു ടോപ്പ് തുണിയുടെ താഴ്വശത്തേക്ക് പോവാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഈ ഒരു എൻഡ് വശത്തായിട്ട് നമുക്ക് 4 പീസായിട്ടാണല്ലോ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു എൻഡ് ഭാഗത്തായിട്ട് നമുക്കൊരു 2 ഇഞ്ച് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ലെങ്ത്ത് ഞാനൊരു 33 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 31 മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2 ഇഞ്ചിലേക്കാണ് നമ്മൾ ഈ ഒരു പോയിന്റ് വരച്ചെടുക്കേണ്ടത്. അതിന് മുന്നേ ഇതിൻ്റെ താഴ്വശത്തായിട്ട് നമ്മുടെ തുണിയുടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻ്റെ വശത്ത് ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ 14 ഇഞ്ച് ഉണ്ട്. അപ്പോൾ 14 ഇഞ്ചിൽ ആ ഒരു ഭാഗം ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിലേക്കാണ് നമ്മളിപ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ ആ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ള മെഷർമെൻറ്റ്. ബാക്ക് പോർഷൻ കട്ട് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ നെക്കാണ്. അപ്പോൾ നെക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആണ് ഞാൻ ചെയ്യണത്. കാരണം ഫ്രണ്ട് നെക്ക് കുറച്ച് ഇറക്കുന്നുണ്ട്, ബാക്ക് നെക്ക് നമ്മൾ ലെങ്ത്ത് കുറച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 2.25 ഇഞ്ച് ഞാൻ ഇതുപോലെ വിട്ട് മാർക്ക് ചെയ്തു. ഇറക്കം വന്നിട്ട് ഒരു 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു വി നെക്കാണ് ചെയ്തെടുക്കുന്നത്, ഒരു വൈഡ് ആയിട്ടുള്ള വി നെക്ക്. അപ്പോൾ ആ ഷേപ്പും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നെക്ക് ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, അടിവശമൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് പോർഷൻ മാത്രം എടുക്കാം. ബാക്ക് പോർഷൻ മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പോർഷനിൽ മാത്രം പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് പോർഷൻ മാറ്റി വെച്ചിട്ടോ. ഇനി ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നേരത്തെ ഇരുന്ന പോലെ തന്നെ നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് ആ ഒരു ബസ്റ്റ് പോയിൻ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് നമുക്ക് ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് വരുന്ന ബസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്കുള്ള അളവ് കണ്ടുപിടിക്കണം. അതിനായിട്ട് ആദ്യം നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ, കട്ട് ചെയ്ത ഭാഗം, അതിൻ്റെ അളവ് നോക്കുക. അത് എത്രയാണോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് വയ്ക്കുക.
ആദ്യം തന്നെ അതാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വന്നിട്ട് ഷോൾഡറിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കൂടെ നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് ഞാനൊരു 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ 6 ഇഞ്ച് എന്നുള്ളത് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണേന്നാണ് നമ്മൾ ആ ഒരു നമുക്ക് ഷേപ്പ് വരേണ്ട ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് വിഡ്ത്ത്, നമുക്ക് ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആം ഹോൾ അളന്ന് നോക്കുക. അതിൻ്റെ സെൻറ്റർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിൻ്റെ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴേക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 6 ഇഞ്ച് എന്നുള്ളത് നമ്മളിതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ട് ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഫോൾഡ് ചെയ്ത വശത്തു നിന്ന് ഉള്ളിലേക്ക് ഒരു 3 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ടും കൂടെ ചേരുന്ന പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഷേപ്പ് വരയ്ക്കുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് നമ്മളൊരു 10 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഷേപ്പ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കാം. ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ആം ഹോളിൻ്റെ അവിടെ പോയിന്റിൽ നിന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാം. 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് കൂടെ വരച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ലെങ്ത്ത് കറക്റ്റായിട്ട് വേസ്റ്റ് റൗണ്ടിൻ്റെ ലെങ്ത്തിലേക്ക് അവസാനിപ്പിക്കുക. അതിനുശേഷം ഇതിൻ്റെ എൻഡ് വശത്ത് എത്തുമ്പോൾ നമുക്കൊരു സെൻറ്റർ പോയിന്റ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് സെൻറ്റർ മാർക്ക് ചെയ്യാം. നമുക്ക് 14 ഇഞ്ചിൽ നമ്മൾ 7 ഇഞ്ച് സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ പോയിന്റ് വരയ്ക്കുക. ആ പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ പോയിന്റിൽ നിന്ന് താഴേക്ക് വരച്ചു കൊടുക്കാം. കണ്ടോ, ഈ ഭാഗത്തു നിന്നാണ്, അതായത് വേസ്റ്റിൻ്റെ നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നാണ് നമ്മൾ താഴേക്ക് ഷേപ്പ് വരയ്ക്കേണ്ടു. അത് വരെയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കണം. ആം ഹോളിൽ നിന്ന് 3 ഇഞ്ചിലേക്ക് കറക്റ്റ് വരച്ചിട്ട് അതിൽ നിന്ന് വേസ്റ്റ് റൗണ്ടിലേക്ക് വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. വേസ്റ്റ് റൗണ്ടിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ ഷേപ്പിലേക്ക് വരച്ചു കൊടുക്കാം. നമുക്ക് അളവ് കറക്റ്റ് അങ്ങനെയാണ് വരിക. താഴെ ആകുമ്പോൾ കുറച്ച് വിഡ്ത്ത് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ 14 ഇഞ്ച് എന്ന് പറയുമ്പോൾ വിഡ്ത്ത് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഷേപ്പ് കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കട്ടിങ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഓരോന്നും എങ്ങനെയാണ് അളവ് വരിക എന്നുള്ളത് ഞാൻ കാണിക്കാം. ഇതിനൊരു ഫോർമുലയുണ്ട്, ഞാൻ അത് വീണ്ടും ഒരുപാട് കാണിച്ചു കഴിഞ്ഞാൽ ഡൗട്ട് വരണ്ടാന്ന് വെച്ചിട്ട് ഞാനതൊരു സൈസ് ചാർട്ട് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അളവുകൾ വരുന്നത് കേട്ടോ. 1 to 2 ഇയേഴ്സിൻ്റെ, 3 to 4 ഇയേഴ്സിൻ്റെ, പിന്നെ 5 to 6, 7 to 8, പിന്നെ 9 to 10. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് എങ്ങനെ വരികയാണെങ്കിലും, അതായത് 1 ഇയർ ആണെങ്കിലും 2 ഇയർ ആണെങ്കിലും ഈ അളവുകൾ എടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ ഞാൻ ജസ്റ്റ് പറയാം. 4 to 5 ആണ് വരുന്നത് ചെസ്റ്റ് ലൈൻ ഡെപ്ത്ത്, അതായത് നമ്മൾ ഷോൾഡറിൻ്റെ താഴേക്ക് മാർക്ക് ചെയ്തില്ലേ, അതായത് ഞാൻ മാർക്ക് ചെയ്ത 6 ഇഞ്ചിന് പകരമുള്ളതാണ് ഈ 4 to 5 എന്നുള്ളത്. അതുപോലെ 1 to 2 ഇയേഴ്സിൽ 2.25 എന്നുള്ളത്, 2.25 എന്നുള്ളത് നമ്മൾ സെൻറ്ററിൽ നിന്ന് ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് മാർക്ക് ചെയ്യുമല്ലോ, അതായത് ആം ഹോളിൽ നിന്ന് നമുക്ക് വരയ്ക്കാനുള്ള കറക്റ്റ് പോയിന്റ്, ആ പോയിൻ്റാണ് 2.25 എന്നുള്ളത്. അപ്പോൾ ഇത് ഓരോ ഇഞ്ചിൻ്റെ ഇങ്ങനെയാണ്. ഞാൻ 3 എടുത്തതിനുള്ളതിന് പകരം നിങ്ങൾ 2.25 1 ഇയറിന് എടുക്കാം. അതുപോലെ ഞാനൊരു 6 എടുത്തില്ലേ, ഷോൾഡർ പോയിന്റിൽ നിന്ന് 1/2 ഇഞ്ച് താഴേക്ക്, അതിന് പകരമാണ് 4 to 5 എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് സൈസ് ചാർട്ട്. എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇതിന് ഫോർമുലയൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നടുക്കുള്ള പീസ് ഉണ്ടല്ലോ, അതാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ബട്ടണൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ഇഞ്ച് വീതിയിലൊരു തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തുണി ജസ്റ്റ് ഇതേ സെൻറ്റർ ഫോൾഡ് കൊടുത്തിട്ട് നമുക്ക് മൊത്തം മറച്ചിട്ടിട്ട് ഒന്ന് തേച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെ ചെയ്യണില്ല, 2 സൈഡിൽ നിന്നൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കാം. ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ പീസ് വെച്ച് കൊടുത്തിട്ട് 2 അരികിലും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 അരികിലും നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്ന ഭാഗം ഒന്ന് അയൺ ചെയ്തെടുക്കണമെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. അതേപോലെ അടുത്ത സൈഡിലും, ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് എത്ര തുണി വീതി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾ അതിനനുസരിച്ചിട്ട് തുണി കട്ട് ചെയ്താൽ മതി. ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പം തന്നെ അയൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടൺ വെക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഒരു പീസ് വെച്ചേ ഉള്ളൂ. ഈ ഒരു പീസ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ നെക്ക് കട്ട് ചെയ്യാണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീനെക്ക് ആയതുകൊണ്ട് ഈ ഷേപ്പിൻ്റെ ഒപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഷേപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്ക് കട്ട് ചെയ്യുമ്പോൾ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കിത് സെൻറ്റർ ഫോൾഡ് കൊടുത്തിട്ട് നമുക്ക് വേണ്ട നെക്കിൻ്റെ അളവ് ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ബാക്ക് പോർഷനിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 3.5 ഇഞ്ച് ലെങ്ത്തും
വിഡ്ത്ത് 2.25 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം കുറച്ച് വൈഡാക്കിയിട്ട് വീനെക്ക് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നോർമലി ഫ്രോക്കുകൾക്ക് ചെയ്യണ പോലെയല്ല ഇതിൻ്റെ നെക്കുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് റെഡിമെയ്ഡ് സ്റ്റൈലിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പീസ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നെക്ക് ആദ്യമേ കട്ട് ചെയ്ത് വെക്കാതിരുന്നത്. ഇനി ഇതുപോലെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശം ഇതുപോലെ നിവർത്തി വയ്ക്കുക. നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശം ഉള്ളിലേക്കാക്കി വയ്ക്കുക. ഇതിൽ നമ്മൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വി നെക്കാണ്. അപ്പോൾ ആ ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഉൾവശമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഈ തുണി മറച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് പുറത്ത് സ്റ്റിച്ചൊന്നും കാണില്ല. നമ്മളതുപോലെയാണ് നെക്ക് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്ന ഭാഗം മാത്രമേ കാണുള്ളൂ. അപ്പോൾ നെക്ക് മൊത്തം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. നല്ല രീതിക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. കാരണം സെൻറ്റർ പോയിൻറ്റിൽ നമ്മൾ ചെറിയൊരു പീസ് വെച്ചിട്ടുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ആ ഭാഗം നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. ഇനി നേരെ തിരിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇത് പതിച്ചടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളെടുക്കുന്ന തുണിക്കനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. കുറച്ച് കുഴഞ്ഞെടുക്കുന്ന തുണിയൊക്കെ ഷിഫോൺ പോലത്തെ തുണിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് നിന്നൊന്നും വരില്ല. അപ്പോൾ ഇതേ നമ്മൾ നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുള്ള ആ ഒരു സ്ക്വയർ പീസില്ലേ, ആ സ്ക്വയർ പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ആദ്യമേ സ്റ്റിച്ച് ചെയ്തിട്ട് നെക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഉൾവശത്ത് നിൽക്കുന്ന ഭാഗം ഇതുപോലെ ഉള്ളിലേക്കായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് 2 പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല വശങ്ങളാണ് ചേർത്ത് വെക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ പീസ് ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ പതിച്ചടിച്ച് കൊടുക്കാറില്ല കേട്ടോ. പതിച്ചടിച്ച് കൊടുക്കാത്തതാണ് എനിക്ക് കുറച്ചും കൂടി ഭംഗി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനതൊന്നും പതിച്ചടിച്ച് കൊടുക്കുന്നില്ല. ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട്. 2 സൈഡും ഒരേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് നെക്കും നമ്മളിപ്പോൾ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്ക് വളരെ ലെങ്ത്ത് കുറവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നെക്കിന്. അടുത്ത സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്ക് നെക്കും കൂടെ നമുക്ക് ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഷോൾഡർ ജോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഒരു കുഞ്ഞ് സ്ലീവ് വയ്ക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. എല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന ഫ്രോക്കുകളിൽ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഈ നെക്കിലും ചെറിയ വ്യത്യാസം, നമുക്ക് കട്ടിങ്ങിലും ചെറിയ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫോർമുല വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ നമുക്കതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ഫ്രണ്ട് നെക്ക്, അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നു. ആ പീസ് ഇതുപോലെ തന്നെ ഞാൻ കറക്റ്റാക്കി വെച്ചിട്ട് വിട്ട് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെങ്ത്ത് അധികം എടുക്കുന്നില്ല കേട്ടോ. ലെങ്ത്ത് കുറവാണ് എടുക്കുന്നത്. ഒരു 1.5 ഇഞ്ചോളൊക്കെ ഞാൻ ലെങ്ത്ത് എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ നെക്കൊന്ന് വരച്ച് കൊടുത്തിട്ട് നെക്കിൻ്റെ ആ ഒരു ഉൾവശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ബാക്കിലും ഒരു വലിയ പീസ് വെച്ച് കൊടുത്തിട്ട്, ഒരു സ്ക്വയർ പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നമുക്കൊരു ഹുക്ക് വയ്ക്കുന്ന ഭാഗം വേണമല്ലോ. ഒരു ചെറിയ ബട്ടണോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഹുക്കോ ബട്ടണോ എന്തെങ്കിലും വെക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു സ്ക്വയർ പീസ് എടുക്കുക. അപ്പോൾ ഞാനിത് 2 പീസൊന്ന് ജോയിൻ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് വിഡ്ത്തിന് തുണി ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് നെക്കും നമ്മൾ ആ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഭാഗമില്ലേ, ആ ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങളാണ് നമ്മൾ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാലൻസ് ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉൾവശമൊക്കെ കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ അതിൻ്റെ താഴേക്ക് നമ്മളൊരു കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടില്ല, അതിൻ്റെ ഭാഗത്ത് നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നേരെ നമുക്ക് മറച്ചിട്ടെടുക്കാം. ഇതിലിനി നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ നെക്കിൻ്റെ ആ ഒരു അളവിനെ വീണ്ടും ചുറ്റി സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ ഒന്നും വേണ്ട. ഇതിപ്പോൾ ഈ സ്ക്വയറായിട്ട് നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് കറക്റ്റായിട്ട് തന്നെ ഉൾവശത്തേക്ക് നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കട്ടോ. പുറത്തേക്ക് വരെ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇനി ഇതേപോലെ നെക്ക് പുറത്തേക്കാക്കി എടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഷോൾഡർ ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗം പതിച്ചടിച്ച് കൊടുക്കുന്നില്ല. ഇതിൻ്റെ അടിവശം ആ ഒരു സ്ക്വയർ പീസ് മൊത്തം നമുക്ക് മൂന്ന് സൈഡ് ഉണ്ടായിരിക്കും. 3 സൈഡും ഇതുപോലെ ഉൾവശത്തേക്ക് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ ഇനി അടുത്തത് ഷോൾഡർ ജോയിൻ്റ് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ബാക്ക് നെക്ക് നമ്മൾ പതിച്ചടിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് അടിച്ചു കൊടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക് നെക്ക് വന്നിട്ടുള്ളത്. ഇനി ഇത് 2 പീസും നമുക്ക് ചേർത്ത് വയ്ക്കാം. ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഷോൾഡർ കറക്റ്റായിട്ട് ചേർത്ത് വയ്ക്കാം.
അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് വരും. അപ്പോൾ രണ്ടിൻ്റെ ഷോൾഡർ ഇതുപോലെ കറക്റ്റായിട്ട് ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് നെക്കിലെ ഷോൾഡർ നമ്മൾ ഇതുപോലെ നിവർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്ക്വയർ പീസ് രണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഫ്രണ്ട് പോർഷനിൽ ഷോൾഡർ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിത് പറഞ്ഞിട്ടും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഷോൾഡർ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ അടുത്ത ഷോൾഡർ ഞാൻ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് വരും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കുക. കണ്ടോ, നമ്മൾ ഉള്ളിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു സ്ക്വയർ പീസിൻ്റെ പീസ് ഇതുപോലെ നിവർത്തിയിട്ട് ആ രണ്ടിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഷോൾഡർ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇനി ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഓരോ ലെയറുകൾ ഞാൻ പറയാം കേട്ടോ. ഏറ്റവും താഴെ ഉണ്ടാവുക ബാക്ക് പോർഷൻ്റെ ഷോൾഡറും, അതിന് മീതി ഉണ്ടാവുക ഫ്രണ്ട് പോർഷൻ്റെ ഷോൾഡറും, അതിന് മീതി ഉണ്ടാവുക നമ്മൾ ബാക്ക് പോർഷനിൽ മറച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു സ്ക്വയർ പീസിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവുക 3 പീസ്. അപ്പോൾ 2 ഷോൾഡർ സ്റ്റിച്ച് ചെയ്തു. നെക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനി സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കാരണം ചെറിയൊരു ക്രോസ് പീസ് വെച്ചിട്ട് 2 ഭാഗം സ്റ്റിച്ച് എടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു സ്ലീവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളം നമ്മൾ 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്, വീതി ഒരു 5-5.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കുഴപ്പമില്ല, കാരണം നമ്മളിത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം രണ്ടും കൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തു, അതിന് ശേഷം ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഈ ഒരു ഭാഗത്തുനിന്ന് കറക്റ്റായിട്ട് ചെറിയൊരു ഷേപ്പ് വേണ്ടു. അതുപോലെ ഇത് അധികം ലെങ്ത്ത് ഒന്നുമില്ല സ്ലീവ്. ചെറിയ കുട്ടികൾക്ക് അത്രയും ലെങ്ത്ത്, ഈ ഒരു സ്ലീവ് അത്ര ഭംഗി ഇല്ല ശരിക്കും ചെറിയ കുട്ടികൾക്ക്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. സ്ലീവ്ലെസ്സാണ് കൂടുതൽ ഭംഗി തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇങ്ങനത്തെ സ്ലീവ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ചെറുതാണ് വെച്ച് കൊടുക്കാറ്. ഞാൻ കുട്ടികൾക്ക് ഭംഗിയില്ല എന്നുള്ളത് വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. കുട്ടികൾക്ക് എപ്പോഴും സ്ലീവ്ലെസ് ആയിരിക്കും എനിക്ക് ഭംഗി തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ചെറിയ പ്ലീറ്റൊക്കെ കൊടുക്കുന്ന സ്ലീവാണ്. ഇതുപോലെയുള്ള സ്ലീവ് അങ്ങനെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് സ്റ്റിച്ചിങ്ങിന് ശേഷം ഇപ്പോൾ നമ്മൾ ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തല്ലോ, അതിന് ശേഷം ഒരു 2 ഇഞ്ചൊക്കെ വേണ്ടു കേട്ടോ വീതി. ഇനി ഈ സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ പോയിൻറ്റും കറക്റ്റായിട്ട് വെക്കുക. അതിന് ശേഷം 2 സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ സ്ലീവിൻ്റെ ആ ഒരു ലെങ്ത്തിൽ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആം ഹോളിൻ്റെ ആ ഒരു കൈക്കുഴിയിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് എൻഡിലേക്ക് എത്തിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കായിരിക്കും കേട്ടോ കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നെക്കല്ല ഷോൾഡറിൻ്റെ പോയിൻറ്റിൽ നിന്ന് 2 സൈഡിലേക്കും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. അടുത്ത സൈഡിലെ സ്ലീവും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത്. ഒരു കുഞ്ഞ് സ്ലീവാണ്, ഒരു 2 ഇഞ്ച് ലെങ്ത്തൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഒരു ഭംഗി പോകും. അതുകൊണ്ടാണ് നമ്മൾ ആ തുണി 2ആക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 സൈഡ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ആ ഒരു സൈഡുകൾ ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. 2ൻ്റെയും ടൈയൊക്കെ വെച്ച് കൊടുത്തിട്ട് 2 സൈഡും കൂടെ ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിയും. അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യണം. അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ആ ഒരു ഷേപ്പ് വരണോണ്ട് തന്നെ ഡബിൾ ഫോൾഡ് ഒരുമിച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല, ഓരോ ഫോൾഡ് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ടൈ ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു വേസ്റ്റ് ലെങ്ത്തിൻ്റെ അവിടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ലെങ്ത്ത് കുറവ് എടുക്കാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു 31 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഒരു 30ൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു 29ഒക്കെ എനിക്ക് മതിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത്ത് കുറവ് എടുക്കുകയാണെങ്കിൽ താഴെ ഫ്രില്ല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. നമുക്ക് താഴെ തുണി വേറെ കളർ തുണിയൊക്കെ വെച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാം. തുണി കുറവാണെങ്കിൽ നമുക്ക് അങ്ങനെ ലെങ്ത്ത് കുറവിൽ ചെയ്തിട്ട് ഇത്രയും ഭാഗമൊക്കെ ലെങ്ത്ത് കുറവാണെങ്കിലും ചെയ്തെടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള ലെങ്ത്തിനായിട്ട് വേറെ തുണി വെച്ച് ഫ്രില്ലിടുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്തു. അടിവശമാണ് ഇപ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണേ. 2 തവണയായിട്ട് ഡബിൾ ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ ചെയ്ത് നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫ്രോക്ക് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നെക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, സ്ലീവൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 8-9 വയസ്സായ കുട്ടിയുടെ അളവിലേക്കാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സമയമുള്ളപ്പോൾ കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.